ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ കയ്യിലെ ടോർച്ച് ലൈറ്റിൻ്റെ പ്രകാശം കുറഞ്ഞു തുടങ്ങുമ്പോൾ പുതിയ ബാറ്ററി വാങ്ങി ടോർച്ച് കേസിൽ ഇടാറില്ലേ? നല്ല വെളിച്ചം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ മങ്ങിയ വെളിച്ചമേ കിട്ടുന്നുള്ളൂ എങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ആ പഴഞ്ചൻ ബാറ്ററി കൊണ്ട് തള്ളി നീക്കാമോ എന്ന് നോക്കുന്നവരുമുണ്ട്. ഊർജം നഷ്ടപ്പെട്ട ബാറ്ററിയാണ് അനേകരുടെയും ജീവിതം. വല്ല വിധേനയും ഇഴഞ്ഞും വലിഞ്ഞും മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയാണവർ. ആഴ്ചയിലൊരിക്കൽ വൈൻഡ് ചെയ്യുന്ന ക്ലോക്ക് നിശ്ചിത ദിവസം വൈൻഡ് ചെയ്യാതിരുന്നാലും 1-2 ദിവസം കൂടി ഇഴഞ്ഞും വലിഞ്ഞും നടക്കും. പിന്നീടത് നിന്നു പോകുന്നു. എന്നാൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ക്ലോക്കാണെങ്കിൽ അതിനൊരിക്കലും ശക്തിക്ഷയം ഉണ്ടാകില്ല. ഇതുപോലെ നിലയ്ക്കാത്ത ഊർജം പ്രദാനം ചെയ്യുന്ന ശക്തി കേന്ദ്രത്തോട് മനുഷ്യ ജീവിതത്തെയും ബന്ധിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ തളർന്നു വീണും മുട്ടുകുത്തി ഇടഞ്ഞും മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഊർജം നഷ്ടപ്പെട്ട് നാം തളർന്നു വീഴുന്നത്? തിരികല്ലിൽ ഗോതമ്പിട്ട് തിരിച്ചാൽ മാത്രമേ ഗോതമ്പ് മാവ് കിട്ടുകയുള്ളൂ. ഗോതമ്പിടാതെ തിരിക്കല്ല് വെറുതെ തിരിച്ചുകൊണ്ടിരുന്നാൽ തിരിക്കല്ല് തേഞ്ഞ് അരഞ്ഞു പോകും. സൃഷ്ടിപരമായ യാതൊരു കാര്യത്തിലും ഏർപ്പെടാതെ നമ്മുടെ മനസ്സാകുന്ന തിരികല്ലും നാം തിരിക്കുന്നു. അങ്ങനെ തിരിക്കുന്നത് കൊണ്ട് മനസ്സിന് തേയ്മാനമുണ്ടാകുന്നു. അതാണ് കടുത്ത ക്ഷീണമായും രോഗമായും പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിൻ്റെ ഊർജം നശിക്കുമ്പോൾ നാളെയെക്കുറിച്ചുള്ള ആകുലത പൊങ്ങി വരുന്നു. പകൽ ധരിച്ച വേഷം ഉരിഞ്ഞു കളയാതെ ആരും ഉറങ്ങാൻ പോകാറില്ലല്ലോ. ഇതുപോലെ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന ചിന്തകളുടെ ഇറുകിയ ഉടുപ്പുകൾ ഉരിഞ്ഞു കളയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നാൾതോറും ശക്തി പുതുക്കി നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കുക. മനസ്സിനെ ദൈവമാകുന്ന ഊർജത്തോട് ഘടിപ്പിക്കുക. യെശയ്യാവ് 40:29. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.